വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു സ്ത്രീയോട് സംസാരിച്ചത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കിണറിന്റെ കരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. യേശു പറഞ്ഞു, സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആരെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിശിഹ. ക്വസ്റ്റ്യൻ നമ്പർ 3. യേശു എവിടെയിരുന്ന് ശിഷ്യന്മാരോട് കൂടി? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ആരുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധനികൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവനാണ് ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ എന്ന വാക്ക് പറയുന്നത് എപ്പോൾ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അടയാളം കണ്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 7. ശേഷിച്ചവർ ഡാഷ് തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പാളയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറ്റിൻകരയിലിരുന്നു. ആരുടേതായിരുന്നു ആ കിണർ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഈശോ അവളോട് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യുക? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭർത്താവിനെ കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ നമ്പർ 10. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഡാഷ് ബലിയർപ്പിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തന്നെ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിശുദ്ധ ലിഖിതങ്ങളിൽ എന്തുണ്ട് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. നവോമിയുടെ ഡാഷ് എലിമേലെക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 13. നിക്കോദെമസ് ആരായിരുന്നു? ശരിയായ
ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ബഥാനിയ ജെറുസലേമിനടുത്ത് എത്ര സ്ഥാദിയോൺ ദൂരത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 15 സ്ഥാദിയോൺ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഏതുദ്ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 16. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. ആര്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശു. ക്വസ്റ്റ്യൻ നമ്പർ 17. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന എന്ത് സ്വകാര്യമായി അവതരിപ്പിച്ചു? ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സുവിശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 19. യഥാർത്ഥ ആരാധകർ എന്തിൽ ആരാധിക്കും? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആത്മാവിലും സത്യത്തിലും. ക്വസ്റ്റ്യൻ നമ്പർ 20. വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത ഇവ എന്താണെന്ന് ഗലാത്യ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജഡത്തിന്റെ വ്യാപാരങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 21. എൽക്കാനയുടെ ഏത് ഭാര്യയ്ക്കാണ് മക്കൾ ഇല്ലാതിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹന്നായ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഡാഷ് പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 23. യേശുക്രിസ്തുവിലുള്ള വർദ്ധങ്ങളുടെ ജഡത്തെ എന്തു ചെയ്തിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവന് ഡാഷ് പേരിട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഏത് ശബ്ദം മനുഷ്യൻ കേൾക്കുന്നുവെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാറ്റിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 26. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശു തന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ആരിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പിതാവിന്റെ അടുക്കൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 28. യേശു പറഞ്ഞ പ്രകാരം
പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എങ്ങനെയാണ് വിധിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിയായി. ക്വസ്റ്റ്യൻ നമ്പർ 29. യേശു തന്റെ അമ്മയോട് പറഞ്ഞത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇതെന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവന്റെ പൊതുജന പ്രവർത്തനം ആരംഭിക്കാൻ സമയമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 30. കർത്താവിന്റെ പേടകം അവിടെ എത്ര വർഷം ഇരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 31. ബേത്സൈദ കുളത്തിന്റെ അടുത്ത് കിടന്നിരുന്നത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുരുടരും മുടന്തരും തളർവാദക്കാരുമായ രോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 32. എല്ലാ മനുഷ്യരെയും ഡാഷ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രകാശിപ്പിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 33. വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 34. കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവിടുത്തോട് എന്ത് പറയാനാണ് ഏലി സാമുവേലിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 35. വചനത്തിന്റെ മഹത്വം എങ്ങനെ നിറഞ്ഞിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൃപയും സത്യവും കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശു നേരിട്ട് ആരെയും എന്ത് ചെയ്യാതിരുന്നതാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നാനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 37. ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. നല്ല ഇടയന്റെ പ്രത്യേകത എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 40. യേശു മനുഷ്യരെ പറ്റി എന്തറിഞ്ഞിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവരിലുള്ളതെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 41. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 42. യേശു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം വിതരണം ചെയ്തത് എപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എല്ലാവരും ഇരുന്ന ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 43. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് ആര് മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി? റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 44. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം എന്ന് യേശു പറഞ്ഞത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കവർനാമിലെ സിനഗോഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. മീനുകൾ എത്രയുണ്ടായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 46. കിലിയോനിന്റെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിന്റെ ഡാഷ് പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുരിശിനെ. ക്വസ്റ്റ്യൻ നമ്പർ 48. കർത്താവിന്റെ ഡാഷ് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭവനത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 49. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ ആരോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 50. അവനെ കൂടാതെ ഉണ്ടായിട്ടില്ലാത്തത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒന്നും. ക്വസ്റ്റ്യൻ നമ്പർ 51. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ ഡാഷ്. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 52. ദൈവത്തിന്റെ പേടകം എക്രോണിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 53. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന്റെ സന്തതികളാണ്, എന്തനുസരിച്ചുള്ള അവകാശികളുമാണ്. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ദാനം. ക്വസ്റ്റ്യൻ നമ്പർ 54. തന്റെ ജീവനെ ഡാഷ് അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. ഡാഷ് പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 56. എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും ആര് അവളെ അനുസ്മരിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്.
ക്വസ്റ്റ്യൻ നമ്പർ 57. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം ഡാഷ് അന്വേഷിക്കുന്നു, എന്നാൽ തന്റെ അയച്ചവന്റെ മാത്രം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 58. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ ഡാഷ് പോകുന്നില്ല, എന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിരുനാളിന്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എവിടേക്ക് കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അഷ്ദോദിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 60. കാരണം അത് മിദ്യായിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിന്റെ ഡാഷ് അവിടെ തിരോഭവിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നാമം. ക്വസ്റ്റ്യൻ നമ്പർ 61. ആരാണ് വെറും മൃഗങ്ങളാണ് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് കരുതിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യമക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. ന്യായാധിപന്മാരുടെ ഡാഷ് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭരണകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 63. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 64. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 65. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 67. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. ആരാണ് അവളെ പിരിയാതെ നിന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 68. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാബത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് എന്ത് പ്രാപിക്കുന്നു? ഗലാത്യ 3-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 70. ഫിലിസ്തീർ ഇസ്രായേലിയരുടെ ദൈവത്തിന് എന്താണ് പ്രകീർത്തിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹിമയെ. ക്വസ്റ്റ്യൻ നമ്പർ 71.
എല്ലാ മിഥ്യയും പാഴ്വേലയുമാണ്. അതുകൊണ്ട് എന്ത് ബോധ്യമായി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 72. റൂത്തിന്റെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 73. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഡാഷ് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 74. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശദീകരിക്കുന്നതിനായി ഏത് തിരുനാളിന് മുൻപ് ആണ് ജെറുസലേമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 75. എന്തിനെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കറവ പശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ഫരിസേയരിൽ ആരെന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ഡാഷ് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എൽക്കാനയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 78. തലമുറകൾ വരുന്നു പോകുന്നു, എന്താണ് നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 79. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 80. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ ഡാഷ് ആണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്തതികൾ. ക്വസ്റ്റ്യൻ നമ്പർ 81. വിവാഹം നടന്ന കാനായിൽ എത്ര കൽവർണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 82. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 83. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഡാഷ് അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഫരിസേയരും. ക്വസ്റ്റ്യൻ നമ്പർ 84. പശുക്കൾ ബത്ശേമെശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് എപ്രകാരമാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇടം വലം നോക്കാതെ നേരെ പോയി. ക്വസ്റ്റ്യൻ നമ്പർ 85. എപ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ഗലാത്യ 4-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ശിശുക്കളായിരുന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 86.
അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഔദാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 87. നിങ്ങൾ പ്രകാശത്തിന് മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വസിക്കുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശുവിന്റെ വിധി എപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിപൂർവകം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂട്ടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ജെസ്സിയുടെ പിതാവാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 93. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ ചെന്നെത്തിക്കുന്നതിന് ഡാഷ് സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വ്യാജ. ക്വസ്റ്റ്യൻ നമ്പർ 94. ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഈശോ എവിടെ വെച്ചാണ് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ വെച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 96. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 97. എൽക്കാനയ്ക്ക് 2 ഡാഷ്, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭാര്യമാരുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 98. എലിമലകിന്റെ ഭാര്യ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 99. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ ആര് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 100. ഹന്ന എവിടെയാണ് പ്രാർത്ഥിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവസന്നിധിയിൽ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ്
എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.